പരിശുദ്ധ ഖുർആനിന് സ്വന്തമായി അർത്ഥം വെക്കാതെ മഹാന്മാരായ ആളുകൾ, മുഫസ്സിരീങ്ങൾ, അവരതിന് കൊടുത്ത അർത്ഥവും വ്യാഖ്യാനവും അത് കൈവടിഞ്ഞ് മുന്നോട്ട് പോവാൻ മുസ്ലിം ലോകത്തിന് പ്രാമാണികമായി കഴിയില്ല. അപ്പൊ ഏതായിരുന്നാലും ഹദീസുമൊക്കെ വരാൻ ഇപ്പം എന്തോ ഉസ്താദിന് പ്രയാസം. അന്ന് പറഞ്ഞപ്പോൾ ആവേശം ഇപ്പം കാണുന്നില്ല. ഫൈസൽ മൗലിന്റെ ഹദറത്തിലേക്ക് പോയിട്ട് വെറുതെ ആയിട്ടില്ല എന്നിപ്പോൾ മനസ്സിലായല്ലോ. നമ്മളുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. കിതാബിൽ എന്താ ഉള്ളത് അത് അങ്ങനെ കാണിച്ചു കൊടുത്തു. അതിനപ്പുറത്ത് നമ്മളെ വക ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ആയത്ത് എൻ്റെ വക ഒരൊറ്റ വ്യാഖ്യാനം ഞാൻ പറഞ്ഞിട്ടില്ല. ഉണ്ട് നിങ്ങൾ തെളിയിച്ച നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്യും. ഞാൻ ഓരോ ഏതെങ്കിലും ആയത്തിന് എൻ്റെ സ്വന്തം വക വ്യാഖ്യാനം ഞാൻ പറഞ്ഞു നിങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ അംഗീകരിക്കാൻ തയ്യാറാ. മുഖത്ത് നോക്കി പൊള്ള ഞാൻ പാടില്ല. നിങ്ങൾ ആ പണി നമുക്കില്ല. ആയത്ത് ഓതിയിട്ട് സ്വന്തം വക വ്യാഖ്യാനം ഉണ്ടാക്കുക, ഫതഹ് ദമ്മാക്കുക, ദമ്മ് ഫതഹാക്കുക, സുലൈമാൻ സഖാഫിന്റെ പണിയുണ്ടല്ലോ, അതും ഞങ്ങളാരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ വക രീതി ഒഴിവാക്കുക. ന്യായമായി മാന്യമായ ശൈലിയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരിക.